കലോത്സവം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകുമാർ ചേരുന്നു. മേഘ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിവസം പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 743 പോയിന്റോടെ തൃശൂർ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കണ്ണൂരും 743 പോയിന്റോടെ രണ്ടുപേരും 1ാം സ്ഥാനം പങ്കിടുവാണിപ്പോൾ. തൊട്ടു പിന്നിൽ തന്നെ 739 പോയിന്റോടെ കോഴിക്കോടുണ്ട്. അങ്ങനെ വളരെ ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 75% മത്സരങ്ങൾ പൂർത്തിയായി. 249 മത്സര ഇനങ്ങളാണുള്ളത്. അതായത് 183ഓളം മത്സരങ്ങൾ പൂർത്തിയായി. ഇനി 62ഓളം മത്സര ഇനങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നാളെ ഒരു ദിവസം, നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പരിപാടികളും അവസാനിക്കുമെന്നാണ് നമ്മുടെ സംഘാടകർ പറഞ്ഞത്. നാളെ രാവിലെ ഇവിടെ നിന്ന് നാടോടി നൃത്തമുണ്ട്. ഈ നാടോടി നൃത്തത്തിലെ ആരാണ് ജയിക്കുന്നത് നിർണായകമാകുമെന്നറിയാൻ ഇന്ന് രാത്രിയിലത്തെ വരെയുള്ള മത്സരങ്ങൾ അറിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. വ്യക്തമായ ലീഡുണ്ടെങ്കിൽ കണ്ണൂരാണോ തൃശ്ശൂരാണോ കോഴിക്കോടാണോ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാടോടി നൃത്തത്തിലെ മത്സരഫലം വളരെ നിർണായകമാകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ വേദി ഒന്ന് നിളയിൽ സംഘനൃത്തമാണ്, പെൺകുട്ടികളുടെ സംഘനൃത്തം. രാവിലെ 9:30 തന്നെയാണ് ഈ പറഞ്ഞ ഭരതനാട്യ മത്സരം ആരംഭിച്ചത്. പെൺകുട്ടികൾ ഭരതനാട്യ മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 മണിക്ക് തന്നെ ഈ സംഘനൃത്തം ആരംഭിക്കും. എന്തായാലും സംഘാടന മികവ് കൊണ്ട് ഏറ്റവും അടയാളപ്പെടുത്തിയ ഒരു കലാമേള കൂടിയാണ് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് ഈ കേരള സ്കൂൾ കലോത്സവം. അത് ഏത് മേഖല എടുത്താലും നമ്മളോടൊപ്പം നേരത്തെ തന്നെ പല കാണികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിപാടി നിർത്താനും അതുപോലെ തുടങ്ങാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒട്ടേറെ പേരാണ് ഈ പറഞ്ഞ പോലെ ഈ കലാമേള കണ്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പറഞ്ഞ പോലെ മത്സരങ്ങളെ കാണുന്നുണ്ടോ? മത്സരങ്ങളെ കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് കുട്ടികളുടെ നിലവാരമൊക്കെ? നെടുമങ്ങാട് ബ്ലോക്കാണ്. അത് തന്നെ. പരിപാടി കാണുന്നുണ്ടോ? പരിപാടി നമ്മളിപ്പോ പോവും. അപ്പം ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ പരിപാടിയെ കുറിച്ച് കാണാനും. എങ്ങനെയുണ്ട് പരിപാടി? ഡാൻസ് ഒക്കെ കാണുന്നുണ്ടോ? എല്ലാം നല്ല നിലവാരം കൊടുക്കുന്നുണ്ടോ? ഇനി സംഘനൃത്തം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഈ സംഘനൃത്തം കാണാനാണ് ആൾക്കാരിങ്ങനെ കാത്തിരിക്കുന്നത്. വ്യത്യസ്തമായ ചലനങ്ങളും ചടുലമായ താളങ്ങളോടൊക്കെ സംഘ നൃത്താംഗങ്ങൾ എത്തുന്നത് ഈ മെയിൻ വേദി, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെ? എങ്ങനെയുണ്ട്? ഞാൻ രാവിലെ മുതൽ വന്നതാണ്. അടിപൊളി പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നല്ല പ്രോഗ്രാം. എല്ലാ വേദികളിലും പോകുന്നുണ്ടോ? എല്ലാ വേദികളിലും പോകുന്നുണ്ടോ? എല്ലാ വേദി ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കുക. നല്ല തണുപ്പുണ്ട്. പുറത്ത് ചൂടാണെങ്കിൽ പന്തല് പോകണമെന്ന് പ്ലാനാണ്. ഉച്ച കഴിഞ്ഞ് പോകുന്നു. അപ്പം നല്ല പോരാട്ടമാണ് നടക്കുന്നത്. പോരാട്ടം, നല്ല മത്സരമാണ് നടക്കുന്നത്. നല്ല പ്രോഗ്രാം. എല്ലാ വേദികളും നല്ല. ഇത് തന്നെയാണ് കാണികളുടെ അഭിപ്രായം. പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഓരോ ജില്ലക്കാരും നടത്തും. മറ്റൊന്ന്, ഈ സംസ്കൃതോത്സവത്തിന് അറബിക് സാഹിത്യോത്സവത്തിന് തിരുവനന്തപുരം കൊല്ലവും ഒപ്പത്തിനൊപ്പമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിന് സംസ്കൃതോത്സവത്തിൽ മറ്റും പാലക്കാടും മലപ്പുറവും 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഉച്ചഭക്ഷണ സമയമാണ്. പുത്തിരിക്കണ്ടം മൈതാനത്ത് നിറഞ്ഞ ഒരു ആൾക്കൂട്ടമാണ് അവിടെ ഉള്ളത്. എല്ലാവരും രുചിപ്രദമാർന്ന സദ്യ ഉണ്ട്. ഇങ്ങനെ മടങ്ങുന്ന ഒരു കാഴ്ച. സദ്യ ഉണ്ടാൻ ഇവിടെ നിന്നും സൗകര്യങ്ങളുണ്ട്. KSRTC സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ബസ് പോയി അവിടെ നിന്നും ഭക്ഷണം കഴിഞ്ഞ് തിരികെ കൊണ്ടുവരാനും ഈ മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.